ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നിങ്ങളോടൊപ്പം അല്പസമയം ധ്യാനിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ദൈവാശ്രയത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശ അഥവാ എ സ്പിരിച്വൽ ജേർണി ടു ഹോം എന്നതാണ്. അതിനാധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പരിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളാണ്. ഞാനിത് വായിക്കാം. അതിനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യരെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തുവിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമീൻ. നമുക്കിതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അന്നത്തെ എഫേസോസുകാർക്ക് പരിശുദ്ധ പൗലോസ് ശ്ലീഹ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്, ഒരു ഇന്റർസെഷനാണ്, ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണിത്. ഇന്നും വളരെ നമുക്ക് ഏവർക്കും ആവശ്യമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ ഒറ്റ അടിക്കുന്നത് വായിച്ച് ഇതിൻ്റെ ജ്ഞാനത്തെ ഗ്രഹിക്കാൻ മാത്രം ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു പ്രാർത്ഥനയല്ലത്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഇതിൻ്റെ. പിന്നെ ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനെ നമ്മുടെ തലങ്ങളിലേക്ക് 3ആയിട്ട് സിംപ്ലിഫൈ ചെയ്യുക എന്നതാണ്. പരിശുദ്ധ പൗലോസ് ശ്ലീഹ പ്രാർത്ഥനയുടെ ശരിയായ അർത്ഥത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എനിക്ക് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എനിക്കതാണ് ഓർമ്മ വരുന്നത്. അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. വിലയിരുത്തപ്പെടാത്ത ജീവിതം വ്യർത്ഥമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ ഇനിയും എങ്ങനെ ഭംഗിയായി ക്രമപ്പെടുത്തണം എന്നതും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ നേടിയ ഒരുപാട് സർട്ടിഫിക്കറ്റുകളുണ്ട്, പണമുണ്ട്, ഇതെല്ലാം ഒന്ന് മാറ്റിവെച്ച് ശൂന്യമായ ഹൃദയങ്ങളോടും നമ്മുടെ പശ്ചാത്താപം നിറഞ്ഞ ഹൃദയങ്ങളോടും കൂടി നമ്മൾ ദൈവത്തെ സമീപിക്കണം. ഞാനെപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അറിവോടോ കൂടാതെയോ മനസ്സ് കൂടാതെയോ ചെയ്തിട്ടുള്ള പാപങ്ങൾ 10,000 തവണ ദൈവം തമ്പുരാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ വീണ്ടും 1001ാമത്തെ തവണ നമ്മൾ വീണ്ടും ദൈവത്തോട് ക്ഷമ ചോദിക്കണം. പക്ഷെ പലപ്പോഴും ഈ ലോകത്തിൻ്റെ ഓട്ടത്തിൽ നമുക്കിതിനൊന്നും അത്ര സമയം കിട്ടാറില്ല. എൻ്റെ കാര്യം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ ബെഡിൽ വന്ന് കിടക്കുമ്പം എനിക്ക് ഞാൻ കറക്റ്റ് ടൈമിന് പോയി, ഞാൻ ബാക്കി എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റ് ടൈമിന് ചെയ്തു. പക്ഷെ ഞാൻ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ വിചാരിക്കും, ഇന്നിനി സമയം നമുക്ക് നാളെ പ്രാർത്ഥിച്ചേക്കാം. നമ്മൾ പലരും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് ആരും ഇമെയിൽ അയക്കത്തില്ല, എന്താ താമസിച്ച് പ്രാർത്ഥിക്കാൻ താമസിച്ചെന്നൊന്നും ആരും ചോദിക്കത്തില്ല. സോ നമുക്ക് ആകെ മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം പ്രാർത്ഥനയാണ്. ഞാൻ വീണ്ടും പറയുന്നു, അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. വിലയിരുത്തപ്പെടാത്ത ജീവിതം വ്യർത്ഥമാണ്. നമ്മുടെ പരിശുദ്ധ ആരാധന പരിശോധിക്കുമ്പോൾ ഈ നമ്മുടെ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്നൊരു വാക്യം നമുക്ക് കാണാം. നമ്മുടെ പൗരസ്ത്യ ആരാധനയുമായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്നതിന് വലിയ ബന്ധമുണ്ട്. ഇന്ന് രാവിലെ അച്ഛൻ നമ്മളോട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എഴുന്നേറ്റത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ. അപ്പം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് വെറുതെ അല്ല, അതിന് ചില കാര്യങ്ങളുണ്ട് അതിന് പിന്നിൽ. എന്തിനാണ് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്? ഒന്ന്, നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. ഈ ശബരിമലയിലൊക്കെ പോകുമ്പം നമുക്ക് പടം കാണാൻ പറ്റും. ആ അമ്പലത്തിന് മുകളിൽ തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സംസ്കൃത പദമാണ്. അതിൻ്റെ അർത്ഥം ഞാൻ നീയാകുന്നു എന്നാണ്. അതെങ്ങനെ ഞാൻ നീയാകുന്നത്? ശബരിമല നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ നമ്മുടെ മോട്ടോവേ കൂട്ട് 100 പോകാൻ പറ്റുന്ന ഒരു പാതയല്ല. കല്ലും മുള്ളും താണ്ടി വളരെ കഷ്ടപ്പെട്ട് ദൈവിക ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. വളരെ കുറഞ്ഞൊരു ടൈമിലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള മലിന ചിന്തകളെല്ലാം മാറി അവിടെ നമ്മളും ദൈവവുമായി ഒന്നാവുകയാണ്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇരുന്ന് എന്തെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇവിടെ പല കാര്യങ്ങളും വരും. പക്ഷെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന വെച്ചാൽ ഒരു ഫിസിക്കൽ കാര്യം ആണ്. സോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഫുൾ ബോഡി അതിനുവേണ്ടി ഇൻവോൾവ് ആവണം. ആ സമയത്ത് നമ്മൾ വേറെ ഒന്നും അധികം ചിന്തിക്കാനുള്ളൊരു സാധ്യതയില്ല. അവിടെ ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നാവുകയാണ്.
ഈ ദൈവം എന്ന് പറയുന്നത് നമ്മൾ ദേവാലയത്തിലോ അല്ലെങ്കിൽ മോസ്കിലോ ടെമ്പിളിലോ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ കൂടിയുള്ളതാണ്. പിന്നെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ താഴെ മുട്ടുകുത്തുമ്പോൾ നമ്മൾ പറയുകയാണ്, ഇതാ ഞാൻ അങ്ങയുടെ പാദപീഠത്തിലേക്ക് തല വണങ്ങുന്നു. നമ്മുടെ കോൺസെപ്റ്റ് അതാണല്ലോ, നമ്മൾ എവിടെയാണോ എങ്ങനെയാണോ വിശുദ്ധിയിൽ എവിടെ കുമ്പിടുന്നോ അത് നമ്മൾ ദൈവത്തിന്റെ പാദപീഠത്തിലാണ് കുമ്പിടുന്നത്. എന്ന് വെച്ചാൽ അസേ ക്രിസ്ത്യൻ നമ്മൾ മുട്ടൊക്കെ കുത്തി പ്രാർത്ഥിച്ച് നമ്മൾ നന്നായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നല്ല സ്മൂത്തായി പോകും, നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് ഒന്നും വരില്ല എന്നൊന്നും അല്ല. എൻ്റെ പരിചയത്തിൽ എൻ്റെ നാട്ടിലുള്ളൊരു അങ്കിളുണ്ട്, ഒരു 10-60 വയസ്സുണ്ട് മനുഷ്യന്. എൻ്റെ അറിവിലും എൻ്റെ നാട്ടുകാരുടെ അറിവിലും മറ്റുള്ളവർക്ക് ഉപകാരമല്ലാതെ യാതൊരു ഉപദ്രവവും ചെയ്തിട്ടില്ലാത്തൊരു മനുഷ്യൻ. 2 മക്കളുണ്ട്. അതിൽ മോളെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാണാൻ വളരെ സുന്ദരി, പഠിക്കാൻ മിടുമിടുക്കി, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിൽ നിന്ന് BTech ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ക്യാമ്പസ് സെലക്ഷനിൽ തന്നെ വൺ ഓഫ് ദ MNCസിൽ ജോലി കിട്ടി. ഇന്ന് വളരെ സന്തോഷമായി പോകുന്നു. ആദ്യത്തെ 2-3 മാസങ്ങൾ കുഴപ്പമില്ല, വീട്ടിൽ ക്യാഷ് അയച്ചു കൊടുക്കുന്നു, വീട്ടിൽ വിളിയുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. 3-4 മാസത്തിന് ശേഷം വിളിയില്ല, യാതൊരു കോണ്ടാക്റ്റും ഇല്ല, ക്യാഷ് അയക്കുന്നില്ല, ഫുള്ളി ഓൾ ഓഫ് എ സഡൻ കോണ്ടാക്റ്റ് നിർത്തി. അപ്പന് ആദ്യമായി അപ്പൻ തിരക്ക് ചെന്ന് എന്ത് പറ്റിയെന്ന് അറിയാൻ. അപ്പം അറിയുന്നത് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ഒക്കെ കഴിഞ്ഞ് പുള്ളിക്കാരിയുടെ ഒരു വേ ഓഫ് ലിവിങ് തിരഞ്ഞെടുത്തു. ഇനി അവർക്ക് വീട്ടിൽ ആരെയും വേണ്ടെന്നാണ് സ്റ്റാൻഡ്. ഞാൻ പറയുന്നു, എനിക്ക് ആ മനുഷ്യനെ അറിയാവുന്നത് വെച്ച്, എൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് ആ മനുഷ്യനെ അറിയാവുന്നത് വെച്ച് ആ മനുഷ്യൻ ഡിസർവ് ചെയ്യുന്ന ഒരു ലൈഫേ അല്ല പുള്ളിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളങ്ങനെ ചോദിച്ചിട്ടില്ലേ? ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളുടെ അങ്ങേയറ്റത്ത് നിൽക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തു? ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇന്നലെ ഞാൻ ചോദിച്ചു. ഞാൻ പല ദിവസങ്ങളും എൻ്റെ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ഇത്ര കഷ്ടപ്പാട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരുന്നു? എനിക്ക് അതിൽ നിന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു തോന്നലാണ്, ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവം എനിക്ക് ഉത്തരം തന്നൊരു തോന്നലാണെന്നത്. കേൾക്കുമ്പോൾ വളരെ ബാലിശമായി തോന്നാം. എൻ്റെ അമ്മയുടെ വീടിൻ്റെ മുൻവശത്ത് റോഡിനപ്പുറം കാണുന്ന എൻ്റെ ഇടവക പള്ളിയായ ഷെപ്പാർഡ് സെൻറ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ ബാക്കിയാണ്. അല്ല, ഏറ്റവും നിയർ ബൈ ആയിട്ട് നിൽക്കുന്നത് ഹോളിൻ്റെ പുറകിലുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ അടുപ്പിച്ച് കുറേ ദിവസം കാറ്ററിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടൊന്ന് നോക്കുവാണെങ്കിൽ നല്ല കരുത്തിൽ പൊങ്ങി വന്ന തക്കാളി ചെടിയും മുളകിൻ തൈയൊക്കെ കാണാം. ഇതൊന്നും ആരും അവിടെ കൊണ്ട് നട്ട് വെക്കുന്നതല്ല, ഈ വേസ്റ്റിൽ നിന്നുമൊക്കെ പൊങ്ങി വരുന്നതാണ്. അപ്പം ചിലപ്പോൾ നല്ല തൈയാന്ന് കണ്ട അമ്മച്ചി പറയും, ഞാൻ അതിലൊന്ന് ചാടി ഇത് പോയി പറിച്ചിട്ട് വരാൻ. അപ്പം ഞാൻ അപ്പം തന്നെ ഓക്കെ പറയും, കാരണം വിത്ത് പെർമിഷൻ ഈ കേരളം കൂട്ടുള്ളൊരു നാട്ടിൽ മതിൽ ചാടി പറിക്കാൻ കിട്ടുന്നൊരു അവസരം അത് വല്ലപ്പോഴേ നമുക്ക് കിട്ടും. സോ ഞാനിത് പോയി പറിച്ചു കൊടുക്കും. ആ ചെടി അമ്മച്ചി അത് വെള്ളമൊക്കെ ഒഴിച്ച് ചെടിച്ചട്ടിയിലൊക്കെ നട്ട് വെക്കും. പിറ്റേ ദിവസം കാണാൻ നമ്മൾ ചെന്ന് നോക്കുമ്പം പുഴുകുത്തി ഇലയെല്ലാം പോയി അതൊരു വാടിയൊരു അവസ്ഥയിലായിരിക്കും ഉള്ളത്. പിന്നീട് അമ്മച്ചി പ്രത്യേക പരിശോധനയൊക്കെ കൊടുത്ത് വളമൊക്കെ ഇട്ട് കുറച്ചും കൂടെ കരുതലൊക്കെ കൊടുത്ത് ആ ചെടിയെ നല്ലതാക്കി എടുക്കും. നിങ്ങൾ ചിന്തിക്കും, ഇതും നമ്മുടെ ജീവിതമായിട്ട് എന്താ ബന്ധമെന്ന്? ഇത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധമുണ്ട്. ആ ഹോളിന്റെ ബാക്കിൽ നിൽക്കുന്ന തക്കാളി ചെടി ദുഷ്ടം പല പോലെ തളർത്തു എന്ന് പറഞ്ഞതുപോലെ തളർത്തു, കായ്ച്ചു, ഫലമുണ്ടായി. ആർക്കും ഫലമുണ്ടാകാതെ അവിടെ തന്നെ ഒഴിഞ്ഞു വീണു. അതേസമയം വീട്ടിൽ വളർത്തിയതാവട്ടെ ആദ്യം പുഴുക്കുത്തേറ്റു, കഷ്ടപ്പാടുകളിൽ കൂടി കടന്നുപോയി. പക്ഷെ അത് വന്നു, തളർത്തു, കായ്ച്ചു, അനേകം ആളുകൾക്ക് ഫലമുണ്ടായി. സോ നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടെങ്കിൽ അതിന് പിന്നെ തീർച്ചയായും ഒരു പർപ്പസ് ഉണ്ട്. നമ്മളെ അതിൽ കൂടി കടർത്തി വിടുകയാണ് ആ പർപ്പസിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുവാൻ. വീണ്ടും പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ വേദഭാഗത്തെ 3 സിംപ്ലിഫൈഡ് വെർഷൻസിലേക്ക് മാറ്റുകയാണുള്ളത്. ഒന്ന്, നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാം, അവൻ തന്നെ മഹത്വത്തിന്റെ ധനത്തിലെ ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുക. ഈ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ആ ഒരു കോൺസെപ്റ്റ് തന്നെ കുറച്ച് കട്ട് ചെയ്യാം. നമുക്ക് ഈ നമ്മുടെ പുറമേയുള്ള നമ്മുടെ മനുഷ്യനെ നമുക്ക് പോഷിപ്പിക്കാൻ എളുപ്പമാണ്. നമുക്ക് ജിമ്മിൽ പോകാം, നമുക്ക് നല്ല ഫുഡ് കഴിക്കാം. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ മാത്രമേ നമുക്കിതിനെ സിദ്ധിക്കാൻ പറ്റൂ. കർത്താവായ യേശു ക്രിസ്തു മരുഭൂമിയിൽ 40 രാവും 40 പകലും പ്രാർത്ഥിച്ച് ആയിരിക്കുന്ന അവസ്ഥയിൽ സാത്താൻ പല രീതിയിൽ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ യേശുക്രിസ്തു കൊടുത്തതിന് മറുപടിയുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് കൂടിയും ജീവിക്കുന്നു.
നമ്മളും ചിന്തിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ അടുത്ത് സാത്താൻ ചെന്നതുപോലെ, ഹവ്വയുടെ അടുത്ത് പാമ്പ് ചെന്നതുപോലെ ഈ ദൃശ്യമായ ലോകത്ത് ധാരാളം അദൃശ്യമായ ശക്തികളുമുണ്ട്. ഇങ്ങനത്തെ പൈശാചിക ശക്തികൾ ഓരോ നിമിഷവും അത് നമ്മെ ആകർഷിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ, അകറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ജയിക്കണമെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യന് ശക്തി ഉണ്ടാവണം. രണ്ടാമത്തെ ചിന്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ആര് വസിക്കണമെന്നാണ് പറയുന്നത്? ക്രിസ്തു വസിക്കണം. പക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിൽ ആരാ വസിക്കുന്നത്? നമുക്ക് വേറെ പല പ്രയോറിറ്റീസാണ്. നമ്മുടെ ഉള്ളിൽ ആസ് എ ക്രിസ്ത്യൻ നമ്മുടെ ഉള്ളിൽ ആര് വസിക്കണം? ക്രിസ്തു വസിക്കണം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകുന്നത്. നാം എപ്പോഴും ആശ്രയിക്കുന്ന നമ്മുടെ ഏക പിടിവള്ളിയായി ക്രിസ്തു മാറണം. അതൊരു സംസ്കാരമായി മാറ്റപ്പെടണം. നമ്മളെപ്പോഴും വളരെ അഭിമാനത്തോടുകൂടി പറയുന്നത് ഞാനൊരു ഓർത്തഡോക്സ് ആണെന്നുള്ളത്. ഓർത്തഡോക്സ് എന്ന വാക്കിന്റെ അർത്ഥം ഉണ്ട്, അതൊരു ഗ്രീക്ക് പദമാണ്. സ്തുതി ചൊവ്വായത്, നേരെയായത് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ജീവിത ശൈലിയാവണം ഓർത്തഡോക്സി എന്ന ടൈം. അത് നമ്മുടെ ജീവിതത്തിന്റെ സംസ്കാരമായി മാറണം. ഓർത്തഡോക്സി കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നത്, വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നത്, ഇതൊക്കെ നമ്മുടെ ജീവിത രീതിയാവണം, നമ്മുടെ കൾച്ചറായി മാറണം. വീണ്ടും ഞാൻ മൂന്നാമത്തെ ചിന്തയിലേക്ക് കടന്നു വരികയാണ്. മൂന്നാമത്തെ ചിന്ത വീണ്ടും പറയുവാണ്. ആ വേദഭാഗം നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ, വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. എന്തിൽ വേരൂന്നി? സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. ഈ സ്നേഹം എന്ന് പറയുന്ന വാക്ക്, ആ ഒരു ഇമോഷൻ ആർക്കാ വേണ്ടാത്ത? എല്ലാവർക്കും സ്നേഹം വേണം. നമ്മളങ്ങനെ പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്നത്, എൻ്റെ രീതിക്ക് പറയുകയാണെങ്കിൽ ഞാൻ കുറെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയും, അതല്ല എനിക്ക് സാധിച്ചു തന്നാൽ ദൈവം ഓക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവമായിട്ട് പിണങ്ങും. അപ്പം തന്നെ ഞാൻ പറയും എന്താണിത്, നമുക്ക് വേണ്ടതെല്ലാം തന്ന്, നമ്മുടെ ഒരു കോൺസെപ്റ്റ് അതാണ്, നമുക്ക് വേണ്ടതെല്ലാം തന്ന് നമ്മളെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് നിർത്തുന്ന എന്തോ ഒരു അദൃശ്യമായ ശക്തിയാണ് ദൈവം. ഞാൻ ചോദിച്ചോട്ടെ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി നിങ്ങൾക്ക് അടിക്കാൻ വന്നിട്ട് മൊബൈൽ ഫോൺ വാങ്ങിത്തരാൻ പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കൊടുക്കുമോ? ഞാൻ ഇവിടെ ഇരിക്കുന്ന ഏറിയ പങ്കും പേരൻസാണ്, ഞാൻ വാങ്ങിക്കൊടുക്കത്തില്ല. സോ എല്ലാം ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നതിൻ്റെ പേരല്ല സ്നേഹം എന്നുള്ളത്. ചോദിക്കുന്നത് മുഴുവൻ കൊടുക്കുന്നതും എല്ലാം വാങ്ങി നൽകുന്നതുമല്ല സ്നേഹം. സ്നേഹം ഭവനത്തിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടതാണ്. സ്നേഹം ഭവനങ്ങളിൽ പ്രകടമാകേണ്ടതാണ്. കുടുംബബന്ധത്തിൽ സ്നേഹത്തിൻ്റെ തൂണുകൾ ഉണ്ടാവണം. വീണ്ടും നമ്മൾ 3 തലങ്ങളിലേക്ക് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ സമഗ്രമായ പ്രാർത്ഥനയാണ് ആ ഒരു വേദഭാഗം എന്ന് പറയുന്നത്. 1, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണമേ. 2, ക്രിസ്തു ഹൃദയത്തിൽ വസിക്കണമേ. 3, സ്നേഹത്തിൽ വേരൂന്നി ജീവിക്കണം. ഈ ദേവാലയത്തിന്റെ അനുഗ്രഹമായ ആത്മീയ അനുഭവത്തിൽ നമ്മൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മളും ഈ 3 കാര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ ആരാണ്? ഒരു മകളെന്ന നിലയിൽ എൻ്റെ കടമകളെ നിറവേറ്റുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഒരു സഹോദരി എന്ന നിലയിൽ എൻ്റെ കടമകളെ ഞാൻ ഭംഗിയായാണോ നിർവഹിക്കുന്നത്? ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു വീടിൻ്റെ അപ്പൻ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ എത്രത്തോളം ഭംഗിയായിട്ടാണ് എൻ്റെ വീട്ടിൽ വസിക്കുന്നത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം വല്ലപ്പോഴും. അതിൻ്റെ അവസാന ഭാഗം ഇപ്രകാരമാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറയായി മഹത്വമുണ്ടാകട്ടെ. ആമേൻ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി, നമ്മൾ ചോദിക്കുന്നതിനൊക്കെ അപ്പുറം, നമ്മൾ നനയ്ക്കുന്നതിനൊക്കെ അപ്പുറം, നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറം തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചിരിക്കുന്നത് പോലെ, നീ ഇന്ന് തമ്പുരാന്റെ മുന്നിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്നൊരു ദൈവമുണ്ട്. ആ തമ്പുരാന്റെ മുൻപിൽ അങ്ങനെ ഒരു ആത്മീയ അനുഭവം ഏവർക്കും ഇനി സന്ധ്യയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം തന്ന ഈ ഇടവകയോടും, പിന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ വന്നിന്ന് സംസാരിക്കാൻ പറ്റുമെന്ന്. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച. ട്യൂസ്ഡേ ആയിട്ട് ഞാൻ ED, വെനസ്ഡേ മോർണിംഗ് GP അപ്പോയിൻമെൻറ്റ്, പിന്നെ ഇങ്ങോട്ട് എല്ലാം കോർ സബ്ജക്ട്സിൻ്റെ കുറേ അസസ്മെൻറ്റ്സും പ്രസൻറ്റേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ റിക്വസ്റ്റ് കൊടുത്ത് കമ്മിങ് വീക്കിലേക്ക് മാറ്റി. ഫുള്ളി ബെഡ് റിഡൺ ആയിരുന്നു. എനിക്ക് രാവിലെ ശ്രദ്ധിച്ചവർക്കറിയാം, ഞാൻ ബാക്കിൽ ഫുൾ ത്രൂ ഔട്ട് ഇരിക്കുമായിരുന്നു. അവിടെ നിന്നൊരു അവസ്ഥയിലൊക്കെ ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ വിചാരിച്ചു, ഞാൻ നാട്ടിൽ പപ്പ അമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്നോട് പറയട്ടെ നിങ്ങൾക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. അവർ പറഞ്ഞു വേണ്ട, നിനക്ക് ദൈവം ബലം തരും. എന്നിട്ട് എനിക്ക് സമാധാനം കിട്ടാൻ ഞാൻ ഇവിടുത്തെ പപ്പയോടും അമ്മയോടും ചോദിച്ചു, ഞാൻ പറയട്ടെ മാറ്റിവെക്കാൻ. ഇവരും പറഞ്ഞു വേണ്ട, നിനക്ക് ദൈവം ബലം തരും. ദൈവം ബലം തന്നു. നിങ്ങളുടെ മുന്നിൽ ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കും ദൈവം ബലം തന്നു. അതിന് ദൈവത്തോടും എൻ്റെ വീടിനോട്, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ പ്രാർത്ഥനയോടും ഇടവകയോടുമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ നിർത്തുന്നു. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.